ബോസ് സീസൺ 7 എനിക്ക് ഏറ്റവും ത്രില്ലിംഗ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇത്തവണ വളരെയധികം റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുറേ പേര് വരുന്നുണ്ട്. നമുക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സിനിമയിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് തരത്തിലാണെങ്കിലും വ്ളോഗേഴ്സ് ആണെങ്കിൽ പോലും നല്ല റീച്ച് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. അവരുടെ ഒരു റിയൽ ലൈഫ് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുന്നത്, അവരുടെ ക്യാരക്ടർ അവർ നല്ല ഗെയിം പ്ലെയർ ആണോ അതോ വെറും പേഴ്സണാലിറ്റി മാത്രം കീപ്പ് ചെയ്ത് അല്ലെങ്കിൽ നല്ല പിള്ള ചമഞ്ഞ് നിൽക്കുന്നവരാണോ, ഇനി ചിലപ്പോൾ റിയലി അവർ നല്ല ആൾക്കാരായിരിക്കും. അതിലെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ അതാണ് നമ്മൾ സത്യത്തിൽ കാത്തിരിക്കുന്നത്. പക്ഷേ ഇനി വെറും 10 ദിവസമേ ഉള്ളൂ നിങ്ങളിൽ ഒരാൾക്ക് ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരൊറ്റ കാര്യം പറഞ്ഞേക്കാം, വളരെ വേഗം പറഞ്ഞേക്കാം. നിങ്ങൾ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വേറൊന്നും കൊണ്ടല്ല, ഇത് വളരെയധികം ബിഗിൻ ചെയ്യുന്നൊരു ചാനലാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ശരിക്കും ഞാൻ ഇതിന് മുന്നേ ഒരു 2 വർഷം മുന്നേ നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് നേഹയായിട്ട് ഒരു ചാനലിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രീവിയസ് വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓൾമോസ്റ്റ് എല്ലാ മിനിസ്ക്രീൻ പ്രേക്ഷകർക്കും എന്നെ അറിയാമായിരുന്നു. സോ അത് നമുക്കിവിടെ വിഷയമല്ല. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ബിഗിനിങ് ആയിട്ടുള്ളൊരു ചാനൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കോണ്ടന്റ് ഇനി കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചാൻസ് ഇല്ല, ഫോളോ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. സോ ഓർത്തിരിക്കുക, സീരിയൽ ഗ്രാൻഡ് മാ. അതായത് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് മൈജിയിൽ പോയിട്ട്, ഏത് മൈജിയിൽ പോകണം, എൻ്റെ വീടിൻ്റെ അടുത്തൊരു മൈജി ഉണ്ട്, പക്ഷെ അവിടെ പോയിട്ടൊന്നും അവിടെ ഒന്നും കിട്ടിയില്ല. അതായത് നമ്മുടെ ലുലു മോളിന് ഓപ്പോസിറ്റ് ഉണ്ട്, ട്രിവാൻഡ്രം ലുലു മോളിന് ഓപ്പോസിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ എവിടെ പോയാൽ നമുക്കിത് മൈജിയിൽ പോയിട്ട് നമുക്കിത് ഷൂട്ട് ചെയ്യാം എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കണം, വേറൊന്നും കൊണ്ടല്ല. നിങ്ങളും ഇതിനു വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ട്രൈ എങ്കിലും ചെയ്യണം. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 7 വീട്ടിലേക്ക് വരുന്ന എല്ലാവരും സിനിമാ നടനും സീരിയൽ നടനും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ അവരുടെ ലൈഫും അവരുടെ ലൈഫ് സ്റ്റൈലും മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. നേരെ മറിച്ച് കോമൺ ആയിട്ട് ജീവിക്കുന്ന, അതായത് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ളത് തൊഴിൽ രംഗത്താണ്, അല്ലെങ്കിൽ ഏത് തൊഴിൽ ചെയ്ത് ജീവിക്കും, ഇത്രയൊക്കെ പഠിച്ചു എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ഒരു പ്രതിനിധി കൂടി എത്തിയാൽ കൊള്ളാമെന്നുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് സെക്ടറിലായിക്കോട്ടെ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിലായിക്കോട്ടെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ അവരുടെയൊക്കെ കുറേയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ കുടുംബ ജീവിതമുണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, കുട്ടികളെ വളർത്തുന്ന ബുദ്ധിമുട്ട്, ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാൻ നമ്മുടെ ഒരു ദിവസം കടന്നു പോകണമെങ്കിൽ എന്തുമാത്രം ചിലവുണ്ട്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് ചെറിയ ചെറിയ കാര്യങ്ങളാകുന്നതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല, അത് ചർച്ച ചെയ്യുന്നത് ചെറിയ ആൾക്കാരുടെ ഇടയിലേക്കാണ്. അല്ലാതെ വലിയ സിനിമാ നടന്മാരും സിനിമാ നടികളും ഇതൊന്നും ചർച്ച ചെയ്യാൻ എന്തായാലും മെനക്കെടില്ല. നമ്മുടെ അന്നന്നത്തുള്ള അവസ്ഥ കടന്നു പോകുന്ന ആ ഒരു ജീവിതം, ഒരു വീട് കഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന അത്രയും കോമണറിനെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ നിങ്ങൾ എന്തായാലും പറയുക, എന്ത് വിഷയങ്ങളൊക്കെ ഇതിൽ ചർച്ചകളായിട്ട് വരണം എന്നൊക്കെ. ഇത്തരത്തിലൊരു വിഷയം ചർച്ചയായിട്ട് വരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ബെസ്റ്റ് ഒരു കോമണറിനെ കിട്ടിയാൽ. കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഫുഡ് എന്നൊക്കെ പറയുന്നത് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പം ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതൊക്കെ എല്ലാ സീസൺസിലും നമ്മൾ കാണുന്നതാണ്. അതുമാത്രമല്ല ഫുഡൊന്നും പ്രോപ്പറായിട്ടൊന്നും കുക്ക് ചെയ്യാൻ പോലും അറിയാത്ത, അല്ലെങ്കിൽ അത് വളരെയധികം ലേസി ആയിട്ടൊക്കെ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈവൻ കട്ട് കഴിക്കുന്ന ആൾക്കാരെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്, പാല് കട്ട് കുടിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു നല്ല കോമണർ കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടായി, നിങ്ങൾ ട്രിവാൻഡ്രത്താണെങ്കിൽ ഞാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യാം. ട്രിവാൻഡ്രത്ത് 3 മൈജി ഫ്യൂച്ചർ ഷോറൂംസ് ഉണ്ട്. അത് ഞാൻ എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ മാത്രമാണ് ഈ ഒരു സൗകര്യം ഉള്ളത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് 3 ഇടത്തുണ്ട്. ഇവിടെ അടുത്തായിട്ട് എനിക്ക് ആക്കുളത്തുണ്ട്, പിന്നെ അതുപോലെ പനവിള, വെഞ്ഞാറമൂട്. ആക്കുളത്തും പനവിളയിലും വെഞ്ഞാറമൂടും ഒക്കെ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു കിയോസ്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇനി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് എല്ലാവരും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ, ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. വളരെ വളരെ ചെറിയ MB ചെയ്താൽ മതി. അതായത് വെറും 50 MB താഴെ മാത്രം വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ അങ്ങേയറ്റം ഭയങ്കര HD ക്വാളിറ്റിയിലൊന്നും വീഡിയോ എടുക്കേണ്ട. അപ്പോൾ ആ ടെൻഷൻ വേണ്ട.
പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ തന്നെ ഫോണിൽ ആ ഫോൺ ഒരാളെയും കൂടെ കൊണ്ടുപോവുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒറ്റയ്ക്ക് പോയി എടുക്കത്തില്ല. ഇനി അതല്ല നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോയി എടുക്കാനാണ് നിങ്ങൾക്ക് പറ്റുന്നതെങ്കിൽ കുഴപ്പമില്ല, അവിടെ ചെല്ലുമ്പോൾ ഒരാളുടെ അടുത്തൊന്ന് ഫോൺ പിടിച്ചൊരു വീഡിയോയ്ക്ക് ഷൂട്ടിന് വേണ്ടിയിട്ട് പറഞ്ഞാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ അല്ലെങ്കിൽ ട്രൈപോഡ് എന്ന് പറഞ്ഞൊരു സംഭവം മേടിക്കാൻ കിട്ടും. ഈ മൊബൈലിൻ്റെ ട്രൈപോഡ് എന്ന് പറയുമ്പം വലിയ എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല, എങ്കിലും നിങ്ങൾക്ക് അതൊന്ന് എവിടെന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിക്കാൻ പറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ട്രൈപോഡ് കൊണ്ടുപോകുക ഒറ്റയ്ക്കാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. അപ്പോൾ ആളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുക. പിന്നെ ഒരു മൈക്ക് യൂസ് ചെയ്യാൻ പറ്റിയാൽ നല്ലത്. കാരണം നിങ്ങൾ പറയുന്നതൊന്ന് ക്ലിയർ ആണെങ്കിൽ കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടും. വേറൊന്നുമല്ല, കേൾക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ നല്ലത്. വേറെ ഒരു കാര്യങ്ങളും അതിനകത്ത് ചെയ്യണ്ട, ലൈറ്റോ പ്രശ്നങ്ങളോ ഒന്നും വേണ്ട. ജസ്റ്റ് ക്യാമറ, ഒരു മൈക്ക്, ഇതാണ് ബേസിക്കലി ബെയർ മിനിമം. ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കുക. ഇല്ലെങ്കിൽ അതും വേണ്ട, നിങ്ങൾ എന്തായാലും പാർട്ടിസിപ്പേഷൻ കൊടുക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് 18 വയസ്സ് എന്തായാലും കംപ്ലീറ്റ് ആയിരിക്കണേ. 18 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ആയിട്ട് കാണാൻ പറ്റുന്നത് ജെൻസി ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ജസ്റ്റ് ഒരു 18 വയസ്സ് അല്ലെങ്കിൽ ഒരു 20 വയസ്സിനകത്തുള്ള 19-20 വയസ്സുള്ള ഒരാളെങ്കിലും അതിലുണ്ടാവണം. കാരണം ഒരു പുതിയ ജനറേഷൻ എങ്ങനെയാണ് ഇതിനെ തിങ്ക് ചെയ്യുന്നത് എന്നൊക്കെ കാണാൻ ഞാൻ ഭയങ്കര ത്രില്ലിംഗ് ആണ്. സോ 18 വയസ്സിന് മുകളിലായിരിക്കണം. പിന്നെ മൈജിയുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50 MB താഴെയാണ്. അതെങ്ങനെയാണ് 50 MB താഴെ ഒരു വീഡിയോ എടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, വീഡിയോ എടുക്കുന്നത് നിങ്ങളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വീഡിയോ എടുക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് നമുക്ക് മൊബൈലിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ പറ്റും. അതായത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തെടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് ജസ്റ്റ് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണോ എടുക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചിലപ്പോൾ ഒരു 42, 45 കൂടുതൽ എന്തായാലും എടുക്കരുത്. 45 MB നിങ്ങൾ ഈ വീഡിയോ ആ വീഡിയോ എഡിറ്ററിനകത്തിട്ട് സെറ്റ് ചെയ്യാവൂ. ഓക്കെ. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞ് നിങ്ങൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പം ഈ ഒരു ലിങ്ക് ഇതിൻ്റെയൊക്കെ ഞാൻ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഞാൻ കൊടുത്തേക്കാം. അതിനകത്ത് പർപ്പിൾ പേജാണ്, നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പർപ്പിൾ പേജാണ്, അതാണ് അതിൻ്റെ ഒഫീഷ്യൽ പേജ്. അതിലേക്ക് നിങ്ങളുടെ പേര്, ഇമെയിൽ ID, അതുപോലെ ഫോൺ നമ്പർ ഇത് തെറ്റാതെ അടിച്ചു കൊടുക്കുക. പിന്നെ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് OTP കിട്ടും. ആ OTP കൂടി കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ അത് രജിസ്റ്റർ ആയി കഴിയും. അതിനുശേഷം നിങ്ങൾക്ക് അതിനകത്തൊരു കമൻറ്റ് കൊടുക്കാം. നിങ്ങൾ വീഡിയോയിൽ പറയേണ്ടതും ഈ പറയുന്ന കമൻറ്റ് തന്നെയാണ് കേട്ടോ. അതായത് രണ്ടും ഒരുപോലെ ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ്, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും GK ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, നിങ്ങൾക്ക് എന്താണ് ബിഗ് ബോസ് സീസൺ 7 എന്ന് പറയുന്ന വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള യോഗ്യത. നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ യോഗ്യത ചോദിച്ചാലുള്ള അവസ്ഥ എന്താ? നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ യോഗ്യത എന്താണെന്ന്. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു വീഡിയോ എടുക്കുക. അതൊക്കെ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു അച്ചീവ്മെന്റ്സോ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ഒരു വലിയൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണും. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ കമൻറ്റ് കൂടി ഇട്ടിട്ട് വേണം അത് അപ്ലോഡ് ചെയ്യാൻ. അത് അപ്ലോഡ് ചെയ്യാനൊരു സ്പേസ് ഉണ്ടായിരിക്കും, ആ സ്പേസിൽ വേണം അപ്ലോഡ് ചെയ്യാൻ. അതിനുശേഷം ഡിക്ലറേഷൻ കൊടുക്കാനൊരു ഭാഗമുണ്ട്, അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് ഡിക്ലറേഷൻ അവിടെ ഒന്ന് ടിക്ക് കൊടുക്കുക. പിന്നെ 3 ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്, അത് വലിയ സംഭവമൊന്നുമില്ല. 18 വയസ്സായിരിക്കണം. പേഴ്സണൽ റൈറ്റ്സ് എന്തൊക്കെയാണ്, അതായത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഒക്കെ പോയി ചെക്ക് ചെയ്യുമായിരിക്കും, അതിനുള്ള റൈറ്റ്സ് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ മെഡിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത കോളം എന്ന് പറയുന്നത്, അതും നിങ്ങൾ ടിക്ക് കൊടുക്കുക, അതൊന്നും അതിന് പ്രശ്നമൊന്നുമില്ല. ദെൻ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പം നിങ്ങൾക്കൊരു താങ്ക് യു എന്ന് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്തില്ലേ? ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കും ആ ഒരു പോർട്ടലിൽ നിങ്ങളുടെ ബയോഡേറ്റ എങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോ ഇത്രയെങ്കിലും നിങ്ങളൊന്ന് ചെയ്യുക. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളൊരു ഓഫീസിൽ ആദ്യമായിട്ട് പോകുമ്പോൾ ആ ഓഫീസ് ഒരു ബിഗ് ബോസ് പോലെയാണ്. ആ ഓഫീസിൽ കുറേ പേരിങ്ങനെ ഓരോന്ന് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചതിക്കുന്നു, കള്ളത്തരങ്ങൾ കാണിക്കുന്നു, അവർ കുറേ സ്ട്രാറ്റജീസ് എടുക്കുന്നില്ലേ? അതിനെയാണ് നമ്മൾ ഓഫീസ് പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്നത്. സോ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഓഫീസുമായിട്ടാണ്. നിങ്ങൾക്കും അതുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുപോലെ ഈവൻ ജസ്റ്റ് മാരേജ് ചെയ്തിട്ട് നിങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സ്ട്രാറ്റജി ഒക്കെ എടുക്കേണ്ടി വന്നിട്ടില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടിയിട്ടില്ലേ? അപ്പോൾ അത് ചിന്തിച്ചാലും മതി. അങ്ങനെ അത്രയേ ഉള്ളൂ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത്. ഒരു വീട്, ആ വീട്ടിലേക്ക് കുറച്ച് പേര് വരുന്നു, ഒരു 100 ദിവസം എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്, അത്രയേ ഉള്ളൂ. സോ
ഇതൊരു ചലഞ്ചായിട്ട് എടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഒരു പ്രതിനിധിയായിട്ട് കോമണറായിട്ടാണ് കോമണറായിട്ട് പോകുമ്പോൾ ഒരു ബെസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടും. പിന്നെ എൻ്റെ ഒരു ആഗ്രഹത്തിൽ ഒരു മെയിൽ കണ്ടസ്റ്റൻറ്റും അതുപോലെ തന്നെ ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻറ്റും ഉറപ്പായിട്ടും ഉണ്ടാകണം കോമണറിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള ലെവലിലേക്ക്. കാരണം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ ആരും അങ്ങനെ ബയാസ്ഡ് ആവത്തില്ല. അയ്യോ ഇതെന്താണ് എപ്പോഴും പെണ്ണുങ്ങൾ മാത്രമാണല്ലോ എടുക്കുന്നത്, അങ്ങനെ ഒരു ടോക്ക് വേണ്ട. പിന്നെ ആണുങ്ങളെ എടുക്കുമ്പോൾ എല്ലാവരുടെ പെണ്ണുങ്ങൾക്ക് ഇവിടെ സ്പേസ് ഇല്ല എന്നുള്ള പറച്ചിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ശരിക്കും നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. 2 പേരെ എന്തായാലും എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ 2 പേരിൽ ഒരാൾ നിങ്ങളായിരിക്കാം, ഒരാൾ നിങ്ങളിൽ ഒരാളായിരിക്കാം. അപ്പോൾ ഓക്കെ, ബൈ, സ്റ്റേ ട്യൂൺ. ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാനൽ കിട്ടത്തുള്ളൂ. കാരണം ഇത് വളരെ ബിഗിനിങ്ങിലുള്ളൊരു ചാനലാണ്. സോ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ.